എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല, ഒരുപാട് ലാംഗ്വേജില് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. ഓക്കെ, എല്ലാ ലാംഗ്വേജിലും ആൾ അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാട്ടൊക്കെ പാടും. നന്നായിട്ട് പാട്ടൊക്കെ പാടും. നമുക്ക് പാട്ട് പഠിക്കണമല്ലോ. തീർച്ചയായും. അപ്പോ ആളെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാട്ട് വേണി പാടിത്തരാം. പാടട്ടെ? പാടിക്കോട്ടെ. നീ പാടാൻ പോവാണോ? ഞാൻ പാടാം. സൂപ്പർ സ്റ്റാർ അല്ലേ, എനിക്കും പാട്ട് പാടാം. ഇവിടെ ശ്രുതി വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ എന്താ നിർബന്ധം? അതെ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഷാനിക്ക. എനിക്ക് ജസ്റ്റ് രണ്ടുപേരെയൊക്കെ നിങ്ങൾക്ക് അടക്കം പാടിത്തരാലോ തോന്നുമ്പോഴൊക്കെ. അപ്പൊ പാട്ട് ഇതാണ്. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണൂലേ പേരിനു നാണം. വിളിച്ചോ? നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് പാട്ട് പോലെ ഉണ്ട്. ആളെ മനസ്സിലായില്ല? എന്തായാലും ലാസ്റ്റ് ഒരു ക്ലൂ കൂടെ തരാം. ഈ ആള് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് സന്തുഷ്ടരായിരിക്കും. ഞങ്ങൾ സന്തുഷ്ടരാകും. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അഭിരാമി ചേച്ചിയെ. ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്, പിന്നെ ഡെഫിനറ്റ്ലി കാണാറുണ്ട്. ഈ പിള്ളേരെല്ലാരും കൂടെ മറ്റേ ദേവദൂതനിലെ പാട്ട് പാടിയില്ലേ, എന്തൊരു മഹാനുഭാവം. അത് ഞാൻ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചു പിള്ളേരുടെ ടാലന്റ് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. മുതിർന്നവരെക്കാളും എനിക്ക് കുട്ടി പിള്ളേർ പാടുന്ന കേൾക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ യു ഗൈസ് ആർ ഡൂയിങ് സോ വെൽ. ഇന്ന് അടിപൊളിയാക്കാൻ പോവല്ലേ? യെസ്, അടിപൊളിയാക്കും. ഞങ്ങള് വലിയ കുട്ടികളുടെയും ടാലന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അവൾ ആരെ കുറിച്ചാ സംസാരിച്ചത്? വന്ന് കേറുമ്പോഴേ നാട്ടിക്കും. ഓക്കെ, ഷാനിക്ക, അഭിരാമി ചേച്ചി എത്തിയേക്കാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറില്. അഭിരാമി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. താങ്കളുടെയും കലാപരിപാടികൾ ഞാൻ കാണാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ പേടിയാവുന്നു. ആക്ച്വലി ഞാൻ ഷാനെ ഇടിച്ചു തള്ളി കയറി പരിചയപ്പെട്ട ഒരാളാണ്. അതെ, ഷാന്റെ മ്യൂസിക് കേട്ട് അങ്ങനെ ഞാൻ മീമറന്ന് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ഫാനായി. ആക്ച്വലി ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു പടത്തില് ഷാന്റെ മ്യൂസിക് ആയിരുന്നു. അതിലൊരു പാട്ട് കേട്ടിട്ട് ഐ വാസ് ജസ്റ്റ് ലൈക്ക്, എൻ്റെ അമ്മോ, ഇനി ഞാൻ ഈ മനുഷ്യനെ പരിചയപ്പെട്ടില്ലെങ്കിൽ ശരിയാവൂല എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഡ്യൂസറുടെ നിന്ന് നമ്പർ വാങ്ങിച്ച് ഞാൻ മെസ്സേജ് ചെയ്ത് ഐ എം എ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്ത് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് ഷാൻ. എനിക്കുണ്ടായ അനുഭവം എന്താന്ന് വെച്ചാല്, അഭിരാമി എന്നെ വിളിച്ച സമയത്ത് ഞാനിങ്ങനെ അറിയില്ലല്ലോ നമ്പർ, ഞാൻ എടുത്തു, ഇത് അഭിരാമിയാണ് എന്ന് പറഞ്ഞാൽ, അഭിരാമി ആക്ട്രസ് അഭിരാമി. കാരണം എനിക്ക് അഭിരാമിയുടെ മേലൊരു വൻ ക്രഷ് ഉണ്ടായിരുന്നു. മെർക്കാര എന്ന് പറഞ്ഞൊരു പടം, ഞാൻ അത് കണ്ടിട്ട് അഭിരാമിനെ ഇങ്ങനെ ഞാനതിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അഭിരാമിയുടെ കോൾ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അതിനേക്കാളും സന്തോഷം ഉണ്ടായ ഒരു കാര്യം, ഈ അടുത്ത് അഭിരാമി മുത്തുച്ചിപ്പി പാടിയ ഒരു വീഡിയോ അഭിരാമി എനിക്ക് അയച്ചു തന്നു. അത് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ കാണുന്ന പോലെ ഒന്നല്ല, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനും ഉണ്ട്. അപ്പം ചേച്ചി നല്ല സിംഗറും കൂടെ ആണല്ലോ. അപ്പൊ പാട്ട് പാടിക്കാതെ ഇവിടെ നിന്ന് ഞങ്ങൾ ആരും വിടില്ല. അയ്യോ, മുത്തുച്ചിപ്പി തന്നെ പാടട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഷാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതാണ്. ഓൾവേസ് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് യുവർ ബെസ്റ്റ്. ഓൾവേസ്. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ വരവായി നീ
താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു സൂപ്പർ സ്റ്റാർ വൺസ് അഗൈൻ. താങ്ക് യു. സ്വീറ്റ്ലി. അടുപ്പിരിക്കാം. ഓക്കെ. ചേച്ചി ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തല്ലോ, പക്ഷെ എന്തും ഇപ്പൊ എനിക്കൊക്കെ പെട്ടെന്ന് ചേച്ചിയെ കാണുമ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ് മനസ്സിൽ വരുന്നത്. ആദ്യമൊക്കെ ആ ക്യാരക്ടർ കാണുമ്പോഴേക്കും ഇങ്ങനെ ഇത് എന്താണ് ഈ കാണിക്കണേന്ന് നമുക്ക് തോന്നുമെങ്കിലും ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി പാവൊക്കെ തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. ആ ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു ഓർമ്മ പറയാമോ? ഐ മീൻ നല്ല എന്താ പറയാ, എന്റെ ഫസ്റ്റ് പടമായിരുന്നു ഹീറോയിൻ ആയിട്ട്. പിന്നെ എന്താ ഐ മീൻ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെറ്റ്. വർക്ക് ചെയ്യാൻ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്ന ഒരു സെറ്റായിരുന്നു. ഞാനൊക്കെ ചുമ്മാ ഈ 10ാം ക്ലാസ് 11ാം ക്ലാസ് പഠിച്ചു കിടക്കുന്ന സമയത്താണ് പോയി ചെയ്ത പടമാണത്. സോ യങ്. എന്താണ് സിനിമ ഒന്നും ഒരു പിടിയില്ലായിരുന്നു. ആ ഒരു ഒഴുക്കിലങ്ങ് ചെയ്തു. അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ 10-25 വർഷമായി. 10-25 വർഷമായി. അതെ, ആക്ച്വലി 99 ചെയ്തേ. എക്സാക്ട്ലി 25 years ago. എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അതെ. അച്ചീവ്മെന്റ് ആണ്. ഒരാള് Yes. ഇത്രയും വർഷം, ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഞാൻ ജനിച്ചേ ഉള്ളൂ ചേച്ചി ആ സമയത്ത്. അത് മാത്രമേ ഉള്ളൂ ആ വർഷത്തിന്റെ കുഴപ്പം. എന്ന് പറഞ്ഞത് വേണ്ടായിരുന്നു ആ ജനനം. ഓക്കെ, എന്തായാലും ഇൻട്രോ ചേച്ചി വന്ന് നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടിത്തന്നു. ഇന്നും ഒരു 2 വരി ഏതെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു സോങ്. ഒന്നു തൊട്ടേനേ ഒന്നു തൊട്ടേനേ നിന്നെ തൊട്ടേനേ തൊട്ട് കണ്ണിൽ വച്ച് കൂടെ പോന്നേനേ ഒന്നു തൊട്ടേനേ നിന്നെ തൊട്ടേനേ തൊട്ട് കണ്ണിൽ വച്ച് കൂടെ പോന്നേനേ മഴ നനഞ്ഞ നിലാവിനെ മെല്ലെ മകരമഞ്ഞു തലോടുന്ന പോലെ ഒരു പാട്ടായി ഒരു കൂട്ടായി ഒരു കാറ്റായി കാതിൽ മുത്തമേ ഒന്നു തൊട്ടേനേ നിന്നെ തൊട്ടേനേ തൊട്ട് കണ്ണിൽ വച്ച് കൂടെ പോന്നേനേ. നല്ല പാടാ അത് പാട്ട്. നല്ല സോങ്ങുമാണ്. ഓ ബ്യൂട്ടിഫുൾ സോങ്.